കേരളത്തിൽ ഇനി തെരഞ്ഞെടുപ്പിൻ്റെ കാലം വരുമ്പോൾ ആദ്യം ഇനിയിപ്പം നിലമ്പൂർ വരുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ്. അതിന് പിന്നാലെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 26-ൽ നിയമസഭ. പക്ഷേ നമ്മളെപ്പോഴും കാണുന്നത് ലോക്സഭ അത് വേറൊരു തരത്തിൽ, നിയമസഭ വേറൊരു തരത്തിലായിരിക്കും. ഇത് രണ്ട് രീതിയിലുമല്ല, തദ്ദേശം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ തന്നെ ആയിരിക്കുമോ ഇത്തവണയും കാണാൻ പോകുന്നത്? കേരളത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്ര പശ്ചാത്തലം നോക്കിയാൽ ഈ 3 തെരഞ്ഞെടുപ്പുകളും 3 തരത്തിൽ എപ്പോഴും പോകും. നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് ആയിരിക്കണമെന്നില്ല തൊട്ട് പുറകിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. എന്നാൽ അങ്ങനെ ഉണ്ടായ സംഭവങ്ങളുമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നമ്മളൊന്ന് പഠനവിധേയമാക്കേണ്ടതാണ്. 2019 ഇടതുപക്ഷ മുന്നണി ഒരു ഇടതുപക്ഷ മുന്നണിയെ തികച്ച് ഞെട്ടിച്ചുകൊണ്ടാണ് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി ഏതാണ്ട് വാഷ് ഔട്ടായി. ആലപ്പുഴയിൽ കട്ടിച്ചൊരു വിജയം മാത്രമാണ്. ആ വിഷയം യഥാർത്ഥത്തിൽ ശബരിമലയെ ബന്ധപ്പെട്ട വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത് RSSും BJP ആ വിശ്വാസത്തിൻ്റെ പേരിൽ അവരായിരുന്നു. പക്ഷേ അതിന് നേട്ടം കൊയ്തത് UDF വെച്ചാൽ മണ്ണും ചാരി നിന്നോ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും, പ്രത്യേകിച്ച് CPMന് ചില ബൂത്തുകളിലൊക്കെ വളരെ CPMൻ്റെ ഉറച്ച ബൂത്തുകളെന്ന് പറയുന്നിടത്ത് ഇടതുപക്ഷ മുന്നണിയുടെ ഉറച്ച ബൂത്തുകളിൽ പോലും വളരെ പുറകിൽ പോയി. ഇത് തീർന്നു എന്നെല്ലാവരും എഴുതത്തില്ല. പക്ഷേ തൊട്ട് പുറകിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 58% സീറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ CPM LDFന് അനുകൂലമാണ്. ശേഷം വീണ്ടും 21-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ വലിയ വിജയം ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടി. ഇപ്പോൾ ഏറ്റവും അവസാനം എന്താ? ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി തീർന്നു എന്ന് വീണ്ടും, അത് എന്താ ഉണ്ടായ സാഹചര്യം എന്നുള്ളതിനെപ്പറ്റി രാഷ്ട്രീയ നിരീക്ഷകർക്ക് നല്ല ധാരണയുണ്ട്. കാരണം കേരളത്തിൽ BJPക്ക് ഇതുവരെ ഇല്ലാത്ത തരത്തിലും ഒരു ഹൈപ്പുണ്ടായി. ആ ഹൈപ്പ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിൽ ആകൃഷ്ടരായി ഇത് വീണ്ടും വരണമെന്ന് ഒരു താല്പര്യപ്പെട്ട ഒരു വിഭാഗം കേരളത്തിൽ, പ്രത്യേകിച്ച് BJP ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മതന്യൂനപക്ഷ മേഖലയിൽ നിന്ന് പോലും BJPക്ക് കുറേ വോട്ട് കിട്ടി. എന്നിട്ടും അവിടെ ഉണ്ടായ കൺസോളിഡേഷൻ കേരളത്തിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഏതാണ്ട് 48% മതന്യൂനപക്ഷ വോട്ടുള്ള നാടാണ് കേരളം. ആ മതന്യൂനപക്ഷങ്ങളിലെ ഒരു വലിയ വിഭാഗത്തിൻ്റെ കൺസോളിഡേഷൻ ഇപ്രാവശ്യം ആർക്ക് കിട്ടി? UDFന് കിട്ടി. അപ്പോഴും LDFൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലെല്ലാം താഴെ പോയ ഒരു സ്ഥിതി ഇപ്രാവശ്യം ഉണ്ടായി. അപ്പോൾ ഏതാണ്ട് ഇത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് വലിയ ഭാവിയില്ല, ആയുസില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് അവസാനം ഇപ്പോൾ വന്നു 2025 മെയ് ഒക്കെ എത്തിയപ്പോഴേക്കും ഇടതുപക്ഷ മുന്നണിക്ക് ഒരു 3ാം ഊഴം എന്ന പ്രചരണം ഇടതുപക്ഷ മുന്നണി ഭാഗത്തു നിന്നല്ല, അല്ലാതെ മറുഭാഗത്തു നിന്ന് തന്നെ പ്രത്യേകിച്ച് ഉണ്ടായിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, കോൺഗ്രസിൽ തന്നെ വല്ലാത്ത ആശങ്കയുണ്ടായി. ഇനി ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം വീണ്ടും വരുമോ എന്ന ആശങ്ക അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങൾ തന്നെ ഉയർത്താൻ തുടങ്ങി. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അല്ല, അവരൊരു യഥാർത്ഥ പ്രതിപക്ഷമായി മാറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ പരാജയം പറ്റിയത്. അത് അവരുടെ രാഷ്ട്രീയ തകർച്ചയുടെയാണ്. സംഘടനാപരമായി മാത്രമല്ല, രാഷ്ട്രീയമായി ഇപ്പം തന്നെ ഒരു ഭരണപക്ഷത്തെ എതിർക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ജോലിയാണ്. പക്ഷേ എതിർപ്പ് ക്രിയാത്മകമായിരിക്കണം. ഇത് എല്ലാ കാര്യത്തിലും ഞങ്ങളങ്ങെതിരാണ്, ഞങ്ങളിതിനെ ഒന്നും കാണുന്നില്ല, ഇവിടെ നടക്കുന്ന എല്ലാത്തിനെയും ഞങ്ങളങ്ങ് എതിർക്കുന്നു. ഒരിക്കൽ കേരളത്തിലെ തീരദേശ ഹൈവേക്കെതിരെ ഒരു സമരം, ഒരു പ്രദേശത്തെ കുറേ ആളുകളൊന്ന് കൂടി അവരുടെ വസ്തു നഷ്ടപ്പെടുന്നതിനെതിരെ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് എന്നോ പറഞ്ഞ ജീവനുള്ള കാലത്തോളം ഞങ്ങളിത് സമ്മതിക്കില്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പരിപാടിക്ക് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടുത്തെ ലത്തീൻ കത്തോലിക്ക സഭയിലെ ചില വൈദികരുടെ നേതൃത്വത്തിൽ ചില കലാപങ്ങൾ വന്നപ്പോൾ, ശ്രമങ്ങളുണ്ടായപ്പോൾ ആ കലാപ ശ്രമത്തിന് മുമ്പിൽ പോയി UDF നിന്നിട്ട് ഒരു കാരണവശാലും ഞങ്ങൾ സമ്മതിക്കില്ല. ഈ നാഷണൽ ഹൈവേയുടെ പണിക്ക് കീഴാറ്റൂരിൽ ഒരു തരത്തിൽ സമ്മതിക്കില്ല. എല്ലാത്തിനെയും എതിർക്കുന്ന മനോഭാവമായി നിൽക്കുന്ന UDF, അവർക്ക് രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കമില്ല. രാഷ്ട്രീയ ഉള്ളടക്കം ഇല്ല എന്നുള്ളതോടൊപ്പം തന്നെ സംഘടനാപരമായ ശേഷിയില്ല.
ഈ സംഘടന. എന്നാൽ അതേസമയം മറുഭാഗത്ത് പിന്നെ പറയേണ്ടത് BJP യുടെ നേതൃത്വത്തിലുള്ള NDA ആണ്. NDAയ്ക്കും ഇതേപോലെ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിയെ പോലെ താഴെ തലത്തിൽ ഇത്രമാത്രം ഒരു അവരുടെ, എനിക്ക് തോന്നുന്നു BJP NDA വോട്ടിൻ്റെ ഒരു പ്രധാന ഷെയർ നഗര കേന്ദ്രീകൃത വോട്ടാണ്. ആണ് തിരുവനന്തപുരത്ത് കണ്ടത് അത് തന്നെയാണ്. നഗര കേന്ദ്രീകൃത വോട്ടിൽ നിന്ന് അവർ ഗ്രാമ കേന്ദ്രീകൃത വോട്ടിലേക്ക്, നമ്മുടെ ABCയുടെ ഒരു ചർച്ചയെ പ്രൊഫസർ ഗോപകുമാർ സാർ പറഞ്ഞൊരു വിഷയം വളരെ സന്ദേഹം. എന്താ BJPയെ സംബന്ധിച്ച് BJPക്ക് പ്രാദേശിക തലത്തിൽ നേതാക്കന്മാരല്ല, ആകെ ഇപ്പോഴും നിൽക്കുന്ന ആരെയാ? നരേന്ദ്രമോദി എന്നുള്ള ഒരൊറ്റ ഇമേജ്, ഒരു ബിംബത്തിൽ മാത്രമാണ് ഈ ജനങ്ങൾ ഈ പാർട്ടിയെ കാണുന്നത്. എന്നാൽ അതിന് താഴോട്ടൊരു വലിയ ലീഡർഷിപ്പ്, അതേപോലെ ഒരു കൾട്ട് ഇമേജ് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് BJPക്ക് താഴെ തലത്തിൽ പ്രാദേശിക ശ്രദ്ധേയരായ പ്രാദേശിക നേതാക്കന്മാരില്ല എന്നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രാദേശികമാണ്. CPMൻ്റെ അല്ലെ LDFൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്താ? LDFന് താഴെ തലത്തിൽ സദാ സന്നദ്ധരായി ഡെഡിക്കേറ്റഡായ ലക്ഷക്കണക്കിന് പ്രവർത്തകർ നിൽക്കുക. അവൻ ദിവസവും അവരുടെ റേഷൻ കാർഡിൻ്റെ കാര്യത്തിന്, അവൻ്റെ പോലീസ് കേസിൻ്റെ കാര്യത്തിന്, അതിര് തർക്കത്തിന്, ഈ കാര്യങ്ങളിലെല്ലാം പോയി ഇടപെടുന്നവരാണ്. പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ജനങ്ങൾ അവരുടെ ദൈനംദിന പ്രശ്നങ്ങൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും പ്രാദേശിക പ്രശ്നങ്ങൾക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. ആ പ്രാദേശികമായ വികാരത്തെ ക്യാഷ് ആക്കാൻ പറ്റുന്നത് LDFന് തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFൻ്റെ വലിയ മുന്നേറ്റത്തെ പുറകോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴും ആർക്കും പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് പക്ഷേ എന്തായാലും ഒരുപക്ഷെ BJP ഒരു മുന്നേറ്റം കാണിക്കുന്നുണ്ട് കേരളത്തിൽ. അത് അവർ താഴെത്തട്ടിൽ, രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയുള്ളൊരു നീക്കമാണ് നടത്തുന്നത്, താഴെത്തട്ടിലേക്ക് ഇറങ്ങുക എന്നുള്ള. അതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെയാണ് അവർ ഒരു ജില്ല 30 ജില്ലയാക്കി അവർ മാറ്റി. ഒരു ജില്ലയിൽ തന്നെ 3 പ്രസിഡന്റുമാർ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത്. അതൊരു പക്ഷേ CPMനൊരു വെല്ലുവിളി ഉണ്ടാക്കത്തില്ല. ഇല്ല, കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ BJPയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, പ്രാദേശിക നേതാക്കന്മാരുടെ അഭാവം, അല്ലെ പ്രാദേശിക നേതാക്കന്മാരെ അത്തരത്തിൽ മോൾഡ് ചെയ്തെടുക്കാനുള്ള BJPയുടെ ഇപ്പോഴും അത് കഴിയാതെ പോയ ഒരു സാഹചര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ വിഷയങ്ങളാണ്. പ്രാദേശികമായി ആരാണ് നയിക്കുന്നത്, അത് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ ചില കാര്യങ്ങളുണ്ടാവും. അതിനിപ്പോഴും BJP തയ്യാറായിട്ടില്ല. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചതല്ല, പ്രാദേശിക തല ആളുകളുണ്ട്. പക്ഷേ ആ പ്രാദേശിക തല ആളുകളെല്ലാം പ്രാദേശികമായ പ്രശ്നങ്ങളിൽ സജീവമായ ഇടപെടൽ അവർക്കില്ല. ആ ഇടപെടൽ ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റുന്നു? തള്ളപ്പെടും. ഇപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ നിൽക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒട്ടേറെ ജനസേവന കാര്യങ്ങൾക്കുണ്ടാകും, അല്ലെ ജനകീയമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബാധിക്കത്തില്ല. കാരണം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വലിയ സഹായ പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റേതായിട്ട് ചെല്ലുന്നുണ്ട്. അതെല്ലാം വോട്ടായി മാറണ്ടേ? ടാർ ചെയ്യാത്ത റോഡുകൾ, കോൺക്രീറ്റ് ചെയ്യാത്ത റോഡുകൾ ഇപ്പോൾ നാട്ടുപുറങ്ങളിലുണ്ടോ? വൈദ്യുതി എത്താത്ത ഊടുവഴികളുണ്ടോ? പണ്ട് നമ്മുടെ നാട്ടിൽ യക്ഷിയും പ്രേതമൊക്കെ ഉണ്ടായിരുന്നു. കറണ്ട് ജനകീയാസൂത്രണത്തിൻ്റെ വരവോടുകൂടി യക്ഷിയും പ്രേതവും ഇന്ന് നാട്ടിലില്ല. എല്ലാ തരത്തിലും പള്ളിക്കൂടങ്ങൾ, മെച്ചപ്പെട്ട പള്ളിക്കൂടങ്ങൾ, സ്കൂൾ ഉച്ചഭക്ഷണം, സ്കൂളിൽ പ്രഭാത ഭക്ഷണം, തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കി കൊടുക്കുക, ഇതൊക്കെ ഇത്രയും സൗകര്യങ്ങൾ നാട്ടിൽ പ്രദാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ കാർഷിക മേഖല വലിയ വികസനമല്ലേ ചെല്ലുന്നത്? ഇതൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ മുന്നണിയെ എങ്ങനെ ജനങ്ങൾ തള്ളിക്കളയാൻ പറ്റും? ഇടതുപക്ഷ മുന്നണിക്ക് തന്നെയാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും മുയൽക്കൈ വരാൻ പോവുക. അതിനെ മറികടക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംഘടനാപരമായി തകർന്ന കോൺഗ്രസിന് ഇതിന് ശേഷിയില്ല. ഈ സംഘടനാപരമായ മെച്ചമുണ്ടെങ്കിലും നഗര കേന്ദ്രീകൃതമായ വോട്ടിൽ കേന്ദ്രീകരിക്കുന്ന BJPക്ക് ഗ്രാമ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റത്തിന് സാധ്യതയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.